ഏഴാംഘട്ട വോട്ടെടുപ്പിൽ വനിതാ സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്ന ദക്ഷിണ കൊൽക്കത്തയിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. CPIM സ്ഥാനാർത്ഥി സൈറ ഷാ ഹലീം പ്രചരണ രംഗത്ത് സജീവമായതോടെയാണ് ഈ പോരാട്ടം ശക്തമായത്. ഏഴാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന മണ്ഡലങ്ങളിൽ ശ്രദ്ധേയമാണ് കൊൽക്കത്ത. കനത്ത പോരാട്ടം നടക്കുന്ന ഉത്തര ദക്ഷിണ കൊൽക്കത്ത മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി കോൺഗ്രസ് സഖ്യവും തൃണമൂലും BJPയും തമ്മിൽ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ദക്ഷിണ കൊൽക്കത്തയിൽ ഇത്തവണ വനിതകൾ മത്സരരംഗത്ത് സജീവമായതോടെ പോരാട്ടം കനക്കും. CPIM സ്ഥാനാർത്ഥിയായി സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ സൈറ ഷാ ഹലീം മത്സരിക്കുന്നത് തൃണമൂലിനും BJPക്കും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. CPIM നേതാവും 30 വർഷം നിയമസഭാ സ്പീക്കറുമായിരുന്ന ഹഷീം അബ്ദുൾ ഹലീം സാബിന്റെ മകന്റെ ഭാര്യയും നടൻ നസ്രുദ്ദീൻ ഷായുടെ അനന്തരവളുമാണ് സൈറ ഷാ. മണ്ഡലത്തിലെ പ്രചാരണത്തിൽ സജീവമായ സൈറ വോട്ടർമാർക്ക് പ്രിയപ്പെട്ടവളാണ്. മണ്ഡലത്തിൽ ഉൾപ്പെട്ട ബാലിഗഞ്ച് നിയമസഭാ സീറ്റിൽ 2022 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സൈറയായിരുന്നു CPIM സ്ഥാനാർത്ഥി. 2021 5% നിന്ന് 30.6% വോട്ട് വർദ്ധിപ്പിച്ച അവർ BJPയെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളി. ദക്ഷിണ കൊൽക്കത്ത മണ്ഡലത്തിൽ 2 തവണ ജയിച്ച മാല റോയി ഇത്തവണയും തൃണമൂലിനു വേണ്ടി മത്സരരംഗത്തുണ്ടെങ്കിലും മണ്ഡലത്തിലെ മമതാ വിരുദ്ധ വികാരം വോട്ടെടുപ്പിൽ തുണയ്ക്കില്ലെന്ന ഭയമുണ്ട്. ദേബശ്രീ ചൌധരിയാണ് ഇവിടെ BJP സ്ഥാനാർത്ഥി. ഉത്തര കൊൽക്കത്തയിൽ തൃണമൂലിന്റെ നിയമസഭ ചീഫ് വിപ്പായിരുന്ന തബാസ് റോയി രാജിവെച്ച് BJPയിൽ ചേർന്ന് സ്ഥാനാർത്ഥിയായി. പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ MPയുമായ പ്രദീപ് ഭട്ടാചാര്യയാണ് ഇടതു കോൺഗ്രസ് സഖ്യ സ്ഥാനാർത്ഥി. കൈരളി ന്യൂസ്, ദില്ലി.